ശബ്ദം എന്താണ്? ശബ്ദം ഒരു ഊർജ രൂപമാണ്. ശബ്ദം എന്താണ്? ഒരു ഊർജ രൂപമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ എന്താവശ്യമാണ്? ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ശബ്ദം ഒരിക്കലും ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയില്ല. ശബ്ദത്തിൻ്റെ ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞാൽ വായുവാണ്. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത ഏതാണ്ട് 340 മീറ്റർ/സെക്കൻഡാണ്. ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം എന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് നമ്മളുടെയൊക്കെ ശ്രവണ പരിധി. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് നമ്മുടെയൊക്കെ ശ്രവണ പരിധി. ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വസ്തുക്കളുടെ കമ്പനം നിമിത്തമാണ് എന്തുണ്ടാകുന്നത്? ശബ്ദമുണ്ടാകുന്നത്. വസ്തുക്കളുടെ കമ്പനം നിമിത്തം എന്തുണ്ടാകുന്നു? ശബ്ദമുണ്ടാകുന്നു. അപ്പം മനുഷ്യൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യന് ശബ്ദമുണ്ടാകുന്നത് എങ്ങനെയാണ്? സ്വനതന്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാകുന്നത്? ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്വസ്റ്റിക്സ്. ഏതാണ്? ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അക്വസ്റ്റിക്സ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഏതാണ്? മൈക്രോഫോൺ. അതുപോലെ തന്നെ വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. അതുപോലെ ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ്. അതുപോലെ ശബ്ദമലിനീകരണം. അതായത് ഇന്ന് ലോകാരോഗ്യ സംഘടന ഏതാണ്ട് 65 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമലിനീകരണമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ 75 ഡെസിബിൽ 120 ഡെസിബിലൊക്കെ ശബ്ദം എന്ത് ചെയ്യും? അത് ശബ്ദം വേദനാജനകം, ശരിക്കും വേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുമെന്നാണ്. അപ്പോൾ ശബ്ദമലിനീകരണം, ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദം കൂടുമ്പോഴേ മൈക്കുകളൊക്കെ വെച്ച് കൂടുതൽ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്തുണ്ടാവും? ബ്ലഡ് പ്രഷർ കൂടുമെന്നാണ്, രക്തസമ്മർദ്ദം വർദ്ധിക്കുമെന്നാണ്. അങ്ങനെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശബ്ദമലിനീകരണത്തിന് ഇപ്പം ഒരുപാട് നിയന്ത്രണങ്ങൾ